الحمد لله رب العالمين والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളുടെ സഹോദരന്മാരെ സ്നേഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചൂടിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചതന്റെ കാരണമാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മനുഷ്യരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ആവശ്യങ്ങൾ, ജറൂറത്ത്, ആവശ്യങ്ങൾ സൃഷ്ടിച്ചവനാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളെ സൃഷ്ടിച്ചവനാണ്. ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള വസ്തുക്കളെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. ആവശ്യങ്ങൾ സ്വന്തമായിട്ടുണ്ടായതല്ല. ഒരു പുരുഷന് പ്രായപൂർത്തിയാവുക അല്ലെങ്കിൽ യുവത്വമായി അതോടുകൂടി അവർക്ക് ഒരു ജീവിത പങ്കാളി വേണം. അതിൻ്റെ ഒരു ആവശ്യമാണ്. അതോണ്ടാക്കിയതല്ല ആവശ്യം. പിന്നെ ആരുണ്ടാക്കിയതാക്കി? അന്നുണ്ടാക്കിയതാക്കിയത്. ലജ്ജ ഉണ്ട്, അതുകൊണ്ട് അയാൾക്ക് വസ്ത്രം ധരിക്കണം. അതുകൊണ്ട് ലജ്ജ ആരാണ്ടാക്കിയത്? അത് അന്നുണ്ടാക്കിയതാണ്. ഒരാവശ്യം. അപ്പോഴാണ് വസ്ത്രത്തിന്റെ ആവശ്യം. ലജ്ജയിലേക്ക് പിന്നെ എന്തിന്റെ ആവശ്യമില്ല? വസ്ത്രത്തിന്റെ ആവശ്യമില്ല. ഇതാ മാഷി, ലജ്ജ നഷ്ടപ്പെട്ട ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോ എന്നാണ് സാധാരണ പറയുന്നത്. അതുകൊണ്ട് ആവശ്യങ്ങളെ ഉണ്ടാക്കിയവൻ അല്ലാഹു. ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടാക്കണമെന്ന് അത് നേടിയെടുക്കാനുള്ള വഴി പറഞ്ഞതും അല്ലാഹു. അല്ലാഹു തആല രണ്ട് രീതി ആണ് ഭൂമിയിൽ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി വെച്ചിരുന്നത്. രണ്ട് റൂട്ട്. അതിലൊന്ന് സാധാരണ കോമൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള വഴിയാണ്. ഈമാനുള്ള ആള്, ഈമാനില്ലാത്ത ആള്, ഈശ്വരവാദി, ഉദയവിശ്വാസി, എല്ലാവർക്കും മനുഷ്യർക്ക് മൊത്തം ഒരു റൂട്ടിൽ മുട്ടും. അതിന് നമ്മൾ പറയുന്നത് അസ്ബാബുകൾ. അസ്ബാബ്, സബബ്. സബബ് എന്ന് പറഞ്ഞ കാരണം അതിന്റെ ബഹുവചനാണത് അസ്ബാബ്, കാരണങ്ങൾ. അസ്ബാബുകൾ എന്ന മെറ്റീരിയലുകൾ, വസ്തുക്കൾ, അത് ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്താനുള്ള ഒരു സിസ്റ്റം. അതപ്പോ കോമൺ ആക്കി വെച്ചത്. അത് ദുനിയാവിന്റെ നിലനിൽപ്പിന്റെയും അവസ്ഥകളുമായി അല്ലാഹു ബന്ധിപ്പിച്ചതാണ്. മുസബ്ബിബുൽ അസ്ബാബാണ് അല്ലാഹു. വസ്തുക്കളെ ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുന്നവൻ മുസബ്ബിബുൽ അസ്ബാബ്. ഇത് അല്ലാഹുവിന്റെ ഒരു സുന്നത്താണ്, ഒരു തർത്തീബാണ്. ഇത് ദുനിയാവിൽ എല്ലാവർക്കും പൊതുവായതാണ്. അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞോ ഇല്ല എന്ന് പറഞ്ഞോ എല്ലാവർക്കും അതൊരു തർത്തീബാണ്. ആ തർത്തീബാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിതത്തിൽ കണ്ടതും പഠിച്ചതും അനുഭവിച്ചതും എല്ലാം അതാണ്. കാരണം നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യം അതാണ്. ജീവിക്കാൻ ആവശ്യമായ ഇന്നതാണ്. അതുകൊണ്ട് ഇന്നതിണ്ടായാൽ ഇന്നതുണ്ടാവും. ഉദാഹരണത്തിന് കറൻസി, വസ്തുക്കൾ വാങ്ങാൻ കറൻസി, പൈസ ആവശ്യമില്ല. അതുകൊണ്ട് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ വസ്തുക്കൾ വാങ്ങാൻ പറ്റും. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്തെങ്കിലും കച്ചവടം ചെയ്ത് സമ്പാദിക്കണം. സമ്പാദിക്കാനുള്ള മാർഗം കച്ചവടം ചെയ്യലാണ്. ഇങ്ങനെ ഓരോ സംഗതികൾ ഇത് അല്ലാഹു തർത്തീബാക്കിയതാണ് എല്ലാവർക്കും. ഇത് കുറ്റമുള്ള കാര്യമല്ല. പക്ഷെ ഇതിനേക്കാൾ എളുപ്പത്തിൽ കച്ചവടം ചെയ്തു എന്നതിന്റെ പേരിൽ അയാൾക്ക് ലാഭം കിട്ടിക്കൊള്ളുമ്പോൾ ഒരു നിർബന്ധമില്ല. ഭയങ്കര ടെക്നിക്ക് കച്ചവടക്കാരനാണ്. മിക്കവാറും വലിയ ഐഡിയ പോലെ കച്ചവടക്കാരാണ് പൊട്ടലുണ്ടായത്. മന്ദപ്പ കച്ചവടക്കാരൊക്കെ
ഓരോ കച്ചവടം കണ്ടാൽ ഇപ്പൊ കൊയ്ഞ്ഞേരി വീഴും തോന്നും. പക്ഷെ ഓ പോകാതെ അങ്ങനെ പോകുന്നുണ്ടാവും. അതും ഞമ്മക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഐഡിയ ടെക്നിക്കൊന്നല്ല, ഇതെന്താ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിൽ യഖീനി അസ്ബാബല്ല എന്നുവെച്ചാൽ ഉറപ്പായിട്ട് നടക്കുന്നതിൽ പറയാൻ പറ്റില്ല. നടക്കാതിരിക്കാം, കിട്ടാം കിട്ടാതിരിക്കാം. വേറൊരു റൂട്ടുണ്ട്, അത് എല്ലാവർക്കും പോകാൻ പറ്റൂല. അത് ഈമാന്റെ അധികാരിക്ക് മാത്രമുള്ള മുഅ്മിനിന് മാത്രം പ്രത്യേകത. ഇതിൽ വേറെ ആർക്കും എൻട്രി ഉണ്ടാവില്ല. ഇതിൽ എൻട്രി കോഡ്, ഇതിന്റെ പാസ് കോഡ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അവർക്ക് മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റൂ. അത് യഖീനിയാണ്, ഉറപ്പായിട്ട് സംശയം ഉണ്ടാവില്ല. മറ്റൊരു സംശയമാണ്, കച്ചവടം ചെയ്താൽ വിജയിക്കാം, കൃഷി ചെയ്താൽ വിജയിക്കാം, വിജയിക്കാതെയും ഇരിക്കാം. മുഅ്മിന് മാത്രമുള്ള ഒരു വഴി, ഒരു സബീൽ. എന്താണ് അത്? യഖീനിയാണ്, യഖീനി അസ്ബാബ് എന്നാണ് അതിന് പറയുന്നത്. ഉറപ്പായിട്ടും നടക്കുന്ന കാര്യം. എന്താണ് ആ കാര്യം? ആ കാര്യമാണ് അമാൽ. എന്താണ് പറയുക? അമാൽ. അമാലുകളെ കൊണ്ട് കാര്യങ്ങൾ നടക്കുക. ഇത് നമുക്ക് മനസ്സിലാവില്ല, കാരണം നമുക്കിത് പരിചയമില്ല. യഖീനി അസ്ബാബ് അമാലാണ്. മറ്റ് അസ്ബാബുകളെ കൊണ്ട് കാര്യങ്ങൾ നടക്കുക. അത് നടക്കാം, നടക്കാതിരിക്കാം, ഉറപ്പൊന്നുമില്ല. അതെല്ലാവർക്കും പോരാ, എല്ലാവർക്കും വരാം. ഇത് അവർക്ക് മാത്രമേ, അവർക്ക് മാത്രം. എയർപോർട്ടിൽ ഉണ്ടാവും ചിലപ്പോ ടോയ്ലറ്റ്, ആളുകളൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടാവും. പക്ഷേ വികലാംഗക്കാർക്ക് മാത്രം പ്രത്യേകമായ ഒരു ടോയ്ലറ്റ്, അതിന് സാധാരണക്കാരെ എത്തൂല. റെയിൽവേയിൽ ചിലപ്പോൾ വികലാംഗന്മാർക്ക് ക്യൂ നിൽക്കാനുള്ള സിസ്റ്റം ചിലപ്പോൾ ഉണ്ടാവും. ഓരോ അതിൽ വേറെ ആരും കയറ്റൂല. അപ്പൊ ഓരോ അത് ഫ്രീ ആയിക്കും. ബാക്കിയുള്ള ഡബ്ബകൾ മുഴുവൻ ട്രെയിനിൽ ഫുള്ളായിരിക്കും. പക്ഷെ സ്ത്രീകൾക്ക് മാത്രം നിശ്ചയിച്ച ഡബ്ബയിൽ 15 ആളാണെങ്കിലും അതിൽ ആള് കുറവുണ്ടല്ലോ എന്ന് വെച്ചിട്ട് പുരുഷന്മാരായിട്ട് കേറ്റൂല. അതോർക്ക് മാത്രം ഹാസാണ്. ഇതേപോലെ എല്ലാവർക്കും ആമായ വഴിയാണ് ഇന്ന് നമ്മൾ ഓടി പണിയെടുത്ത് മെനക്കെടുന്നത്. യഖീനി അസ്ബാബിൽ ആളുകൾ കുറവാണ്. യഖീനി അസ്ബാബ് എന്താണ്? അമാലുകളെ കൊണ്ട് കാര്യങ്ങൾ നടക്കുക. അമലുകളിൽ എത്തിയിട്ടില്ല. അമലുകൾ വഴിയായി അള്ളാഹുവിന്റെ സഹായത്തെ നേടിയെടുക്കുക. ഇത് ഇക്കുന്നൊക്കെ പറഞ്ഞ മനസ്സിലാവും. നിങ്ങളുടെ സഹാബാക്കളെ വായിച്ചു. ഇപ്പൊ നമ്മൾക്ക് ഈ പള്ളിയിൽ കൂടിയ ആൾക്കാർ നമ്മൾ ഇവരെ പരിചയപ്പെടുകയാണെങ്കിൽ ഞാൻ പേരെന്തായിരിക്കും, ഏടെ സ്ഥലം ചോദിക്കും, അടുത്തെന്താ ചോദ്യം, അടുത്ത ചോദ്യം എന്താ ചെയ്യുന്നത്, ഏർപ്പാട് എന്താണ് ചെയ്യുന്നത്. ഇപ്പൊ ഏർപ്പാട് ഒരു മട്ടത്തിന് പറഞ്ഞെടുത്താൽ ആൾക്കാർക്ക് എന്താണ് ഭയങ്കര സമാധാനം. പൈസ കിട്ടുണ്ടോ കിട്ടില്ലെന്നൊന്നും ആൾക്കാർക്ക് ബസ്സല്ല. അവർ നല്ല രണ്ട് ഇംഗ്ലീഷ്, ഞാൻ അതിന്റെ PRO ആണ് എന്നൊക്കെ പറഞ്ഞ ശമ്പളത്തിൽ വെച്ച 8000 രൂപ, ഞാൻ അതിന്റെ PRO ആണ് എന്നൊക്കെ പറഞ്ഞ ഒരു മാസമായി, ഇല്ലെങ്കിൽ അതിന്റെ മറ്റേതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആൾക്കാർ അങ്ങനെ പൊട്ടിസാക്കി കൊണ്ടെടുക്കും. അത് വേറൊരു സെക്ഷൻ. ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മളടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താണ് എന്റെ ജോലി, എന്താണ് എന്റെ സമ്പാദ്യ മാർഗം. നിങ്ങൾ സഹാബാക്കളുടെ താരീഖ് വായിച്ചു, അവരുടെ താരീഖ് വായിച്ചാൽ സഹാബാക്കളുടെ ജോലി എന്താണെന്ന് താരീഖിൽ നമുക്ക് പെട്ടെന്ന് അബൂബക്കറിന്റെ താരീഖിലെ ചരിത്രങ്ങളുടെ ബുക്കുകൾക്ക് കിട്ടും. അത് വായിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് വായിച്ചാൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് വായിച്ചാൽ കച്ചവടക്കാരനായിട്ടുണ്ടാവും. അലി റളിയല്ലാഹു അൻഹു വായിച്ചാൽ എന്താ ഐഡിയ ഉണ്ടാവില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്താന്ന് നിങ്ങൾക്കറിയാം, കച്ചവടക്കാരനായിരുന്നു. അബൂബൈദ് ജർറാഹ് സ്വർഗ്ഗം കൊണ്ട് സന്തോഷമായിരിക്കും ഇവിടെ സാഹിബിന്, അദ്ദേഹത്തിന് എന്തെങ്കിലും പണി. അങ്ങനെ ഓരോ സഹാബാക്കൾ എടുത്താൽ ഓല പണി എന്തെങ്കിലും നമുക്കറിയില്ല. എന്നാ ഒരു പണിയെടുക്കാതെ നിന്നവരാണ് എന്ന് പറയാൻ പറ്റില്ല. ഓർക്ക് പണിയൊക്കെ ഉണ്ട്, ജീവിക്കാനുള്ള വഴികളൊക്കെ ഓർക്കുണ്ട്. പക്ഷെ അതൊന്നും ഓല എന്തല്ല, ഓല ഹൈലൈറ്റ് ചെയ്ത് ഓല അതിൽ യഖീൻ വെച്ച് അത് സംഭവമായിട്ട് കൊണ്ടെടുക്കുമ്പോഴാണ് അത് സംഭവമാവല്. ചിലർ വിസിറ്റിംഗ് കാർഡൊക്കെ
എമ്മിലുണ്ടാവാൻ ചെയർമാന്റെ മറ്റേത് മറിച്ചതെന്നൊക്കെ ജോന്റെ പ്രൊഫഷണൽ സ്ഥാനപ്പെട്ട കാരണം ഓനെ വലിയ സംഭവമായിട്ട് കൊണ്ടിരുന്നു. ഒരേ അടിച്ചുള്ള വിശ്വസിക്കും കളി, അല്ലാത്ത റോഡുമ്പോ കച്ചവടം ചെയ്യാൻ എന്താ പണി? ഫുട്പാത്ത് ബിസിനസ് അടിക്കോ, ഓൻ അടിക്കുന്നില്ല. അപ്പം അത് വലുതാകുന്ന ആൾക്കാരാണ് അതിനെ വലിയ ഹൈലൈറ്റ് ചെയ്യുക. സഹാബാക്കൾ അത് വലുതായി കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അതിനൊന്നും വിഷയമില്ല. താരീഖ് വായിച്ചു നോക്കിയാൽ മതി. വീടുണ്ടാക്കിയ സഹാബാക്കൾ കൃഷി ചെയ്തിട്ടുണ്ട്, സഹാബാക്കൾ കിണർ വെച്ചിട്ടുണ്ട്, സഹാബാക്കൾ എല്ലാ പണി എടുത്തിട്ടുണ്ട്. പക്ഷെ കിണർ വയ്ക്കാൻ വേണ്ടിയിട്ട് സഹാബിയിരുന്നു. പിന്നെ വീടുണ്ടാക്കുന്ന പടക്കണാണ് ഇയാളായിരുന്നു. അതിനെ മറ്റേ ഈത്തപ്പനന്റെ ഓലൊക്കെ വെച്ച് മണ്ണപ്പെട്ടി തേമ്പി കോൺക്രീറ്റ് ചെയ്യുന്ന ആൾ ഇന്ന സഹാബിയായിരുന്നു. ഇവർക്ക് പണി കോൺക്രീറ്റിന്റെതായിരുന്നു. ഈത്ത കമ്പി പണി എന്നൊക്കെ പറഞ്ഞാൽ ഈത്തപ്പനന്റെ മടല് ശരിയാക്കി വെക്കുന്ന ആൾ ഇന്ന ആളായിരുന്നു. ഒരു സഹാബിന്റെ താരി കാണൂല. എന്തെങ്കിലും സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ഇങ്ങനെ കിണറുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ റസൂലുള്ളാഹി നിങ്ങൾ വന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോ പറഞ്ഞതായിരിക്കും. കാരണം എന്റെ പണി കിണറുകൾ കഴിഞ്ഞത്. പിന്നെ ഓലെന്തിനാ എങ്ങനെ ജീവിച്ചത്? ഓരോ മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടാതെ ഇസ്സത്തോടെ ജീവിച്ച ആൾക്കാരാണ്. ഒരു സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കിയവരാണ്. എവിടുന്ന അവർക്ക് സമ്പത്ത് ചെലവാക്കാൻ കിട്ടിയത്? ഞാൻ പാവപ്പെട്ട കാറ്റഗറിയാണ്, എനിക്ക് ദീനൊന്നും ചെലവാക്കാൻ ഞാനുള്ള സഹാബാക്കൾ പറയാറില്ല. ഒരു പൊടി ഈത്തപ്പഴം കിട്ടാൻ അവൻ കൊണ്ടേ കൊടുക്കും. എന്തിന് ആളുള്ളത് ഒരു പൊടി ഈത്തപ്പഴമാണ്. അതും അല്ലാഹുവിന്റെ മാർഗത്തിൽ. തബൂക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു സഹാബി ആരും കാണാതെ ഒരു പൊടി ഈത്തപ്പഴം കൊണ്ടേ കൊടുത്തു. ആലോചിച്ചു, ഒരു പൊടി ഈത്തപ്പഴം തന്നെ ഒരു മനുഷ്യന്റെ കയ്യിൽ കൊള്ളുന്ന ഈത്തപ്പഴം ഒരു യുദ്ധത്തിന് കൊടുക്കുക എന്താവാനായി? 10, 15, 20, 30 വരുന്ന ഈ ഈത്തപ്പഴം കൊണ്ട് എന്തുണ്ടാവാനാണ്? ഒരു യുദ്ധത്തിന് കൊടുക്കാതെ തന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയേ ഉള്ളൂ. അത് കൊടുത്തു. വീട്ടിൽ കുറെ ഉണ്ടായിട്ട് കുറച്ചു കൊടുത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വളരെ സന്തോഷത്തോടെ വാങ്ങുകയും എല്ലാ കൂനകളിലും അത് വിതറുകയും ചെയ്തു. കാരണം അത്ര ഇഖ്ലാസോടെ കൊണ്ടുവന്ന സാധനമാണ്. അപ്പൊ സഹാബാക്കൾ ദീന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവാക്കുന്ന ആൾക്കാരാണ്. ഒരു സമ്പത്ത് ഉണ്ടവർക്ക് അവരെ പ്രൊഫഷണൽ, അവരെന്താണ് ജോലി, അവരുടെ അതില്ല. കാരണം അവരുടെ ജീവിതത്തിന്റെ മാർഗം അവർ അമാലായിരുന്നു. അവരുടെ അസ്ബാബെ യഖീനി. മറ്റേത് ഇബാദത്തിന്റെ ലൈനിലാണ് അവർ കച്ചവടം ചെയ്തത്. അള്ളാന്റെ കൽപ്പനയാണ് കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ട് കച്ചവടം ചെയ്യാൻ വിറ്റ സാധനം തിരിച്ചെടുത്താൽ അവന്റെ ഖിയാമത്ത് നാളിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സഹാബി കച്ചവടം ചെയ്തു. കുറെ കാലം കച്ചവടം ചെയ്തു. വിറ്റപ്പോ തിരിച്ചെടുക്കുക ആരും തിരിച്ചു കൊണ്ടുവരില്ല. തിരിച്ചു കൊണ്ടുവന്ന ഒരു ഏർപ്പാടും നിർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പാവം പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ ഇവത്ത് ഏർപ്പാട് എങ്ങനെ ഉണ്ടാക്കി എന്തൊരു കച്ചവടങ്ങൾ ആലോചിച്ചു. ഓരോരുത്തർ കച്ചവടം ചെയ്തു. അപ്പൊ അത് ഇബാദത്തിന്റെ ലൈനിലുള്ള കച്ചവടം മാത്രമേ ഉള്ളൂ. അല്ലാത്ത കച്ചവടം അവരെ അഅ്മാലുകളായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹുവിന്റെ വഫാത്തിൽ അദ്ദേഹത്തിന് കിട്ടാണ്ട ഒരു സംഖ്യക്ക് ഒരു തോട്ടം കൊടുത്തു. തരിശു കൂട്ടി വെള്ളം ഉണ്ടാവില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. കച്ചവടക്കാര് പറഞ്ഞമായി നല്ല വെള്ളം അടുത്ത കണ്ടു നോക്കി. കണ്ണീര് പോലത്തെ വെള്ളം. അങ്ങനത്തെ വെള്ളം കണ്ണീര് പോലത്തെ വെള്ളം തെളിഞ്ഞത് നല്ല അർത്ഥം. അത്ര കുറച്ചേ ഉണ്ടാവുള്ളൂ. കണ്ണീര് എന്തായാലും ഒരു കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഈ സാധനം വിചാരിച്ച് തെളിഞ്ഞതാണ് എന്നാണ്. ഇതൊന്നല്ല, വ്യക്തമായിട്ട് പറഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല. ജാഫർ റളിയല്ലാഹു അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു പറഞ്ഞു, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് തന്നാലും ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു അവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ കിട്ടാത്ത സ്ഥലമാണോ ഒന്നും വിഷയയുടെ കേസല്ല. വെള്ളം ഭൂമിയല്ല തരുന്നത്. ആരാ തരുന്നത്? ആരാ വൈദ്യുതി? ഖജനാവിന്റെ ഉടമസ്ഥനാണ് തരുന്നത്. ഓന്റെ ഖജനാവിന് വെള്ളമുണ്ട്. അത് വാങ്ങാനുള്ള താക്കോൽ ആരെങ്കിലും ഉണ്ട്? ആരെങ്കിലും വൈ നമ്മള് അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖാദിമിനെ കൂട്ടിപ്പോയി ആ തരിശുഭൂമിയിൽ പിരിച്ചു, നിസ്കരിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പടച്ചോനെ എനിക്ക് വെള്ളം വേണം, നമുക്ക് ഇവിടെ കൃഷി ചെയ്യണം. എന്നിട്ട് അവിടുന്ന് അപ്പം പറയണം, ഒന്ന് കുഴിച്ചു നോക്ക്. അല്ലാണ്ട് JCB ഉണ്ടെന്ന് മാന്തുക പരിപാടി. മറ്റന്നാൾ കുഴിച്ച ആള് വരും. ഒന്നുമല്ല, ഒന്ന് മാന്തി നോക്കുക. മാന്തി നോക്കിയപ്പോ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് എന്ത് കിട്ടി? വെള്ളം കിട്ടി. അതുപോലെ അഅ്മാലി താക്കത്താണ്. അസ്ബാബി താക്കത്തിന് അങ്ങനെ കഴിയില്ല. അഅ്മാലി താക്കത്ത് അമലുകൾ ഇത്ര സജീവമായി അള്ളാഹുവിന്റെ അർശിനെ ഇടപെടിപ്പിക്കാൻ പറ്റുന്ന താക്കത്തുണ്ടായി. അർശിനെ ഇടപെടിപ്പിക്കാനുള്ള താക്കത്തുണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന് ഖൗല ബിൻ ദാന റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ ഭർത്താവ് എന്നെ വിഹാർ ചെയ്തു. അന്തിക ദഹരി ഉമ്മി, എന്റെ ഉമ്മന്റെ മുതുക് പോലെയാണ്. പഴയ കാലത്ത് തലാഖിന് ഉപയോഗിക്കുന്ന ഒരു പദമായിരുന്നു, തലാഖിന് ഉപയോഗിക്കുന്ന പദം. അങ്ങനെ തലാഖ് ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ തലാഖായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനും എനിക്കും കൂടി കുറെ ചെറിയ ചെറിയ മക്കളുണ്ട്, ഈ ഒറ്റയ്ക്ക് എന്റെ കുട്ടികളെ നോക്കാൻ പറ്റില്ല, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ഈ കുട്ടികളെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും നോക്കിയാലേ ആവുള്ളൂ, എന്റെ കുട്ടികൾ വഴിയാധാരായി പോകും, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നിയമമുണ്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുവരെ ദിഹാറിന്റെ നിയമം ഇറങ്ങിയിട്ടില്ല. അപ്പൊ ജഹാലത്തിന്റെ ആ നിയമം തന്നെ നടപ്പിലാണ്. അതുകൊണ്ട് തലാഖിന് തങ്ങൾ പറഞ്ഞു, ഇതുവരെ പുതിയ നിയമമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല, എന്നെ വേണ്ടി വരുമെന്ന അർത്ഥത്തിൽ നബി തങ്ങൾ പറഞ്ഞപ്പോ ഖൗല ബിൻ ദാന റളിയല്ലാഹു അൻഹു യഖീനി അസ്ബാബായ അഅമാലിലേക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തു. പ്രശ്നം എന്റെ ഭർത്താവിനെ ഞാൻ യോജിപ്പിക്കേണ്ട തീരുമാനം എന്റെ നബിക്ക് കൊടുത്തു. ഏതാ ആ ആയത്തെ ആ സൂറത്തിന്റെ ഒരു ജുസിന്റെ തുടക്കം തന്നെ ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറയും സമയത്ത ഒഴി കൊടുക്കുകയാണ്. ഒരു ജുസിന്റെ തുടക്കം എന്ന് വെച്ചാൽ അമ്മ മുൽക്ക് പിന്നെ കസമിയത 28ാമത്തെ ജുസ്. എന്റെ തുടക്കം തന്നെ വാക്ക് കേട്ടാലെന്നറിയാം. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله. قد سمع الله. അറബി ഗ്രാമർ എന്ന ആളുകൾക്കറിയാം, സ്മാദിയായ പേരിന്റെ മുമ്പ് അത് വന്നാൽ സംശയിക്കാൻ പറ്റാത്ത അത്ര ഉറപ്പിന് വേണ്ടിയിട്ടാണ് മാദിയായ പേരിന്റെ മുമ്പ് അത് അല്ലാഹു കേട്ടിരിക്കുന്നു. നബിയെ തങ്ങളോട് തർക്കിച്ച് സംസാരിച്ച തങ്ങളോട് കുറച്ചൊന്നും ഇങ്ങനെ പറഞ്ഞേ, ആ പെണ്ണിന്റെ സംസാരം അല്ലാഹു കേട്ടിരിക്കുന്നു. അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞ ആ പെണ്ണിന്റെ വാക്കുണ്ടല്ലോ, അത് അല്ലാഹു കേട്ടിട്ടുണ്ട്. ബിഹാറിന്റെ നിയമമാണ് ഇടപിടിച്ചു ആരെ? അല്ലാഹുവിനെ. ഇത് ആകെ ഈമാന്റെ അഹലുകാരിൽ മാത്രമുള്ളതാണ്. അമാലി സഹാബക്കൾക്ക് യഖീനായിരുന്നു. ഞാനിപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ താക്കത്ത് എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് എവിടെ എൻട്രി കിട്ടിയത് നമുക്കറിയില്ല. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, നമുക്ക് വലിയ താക്കത്ത് ആൾക്കാരാണ്. നമുക്ക് വലിയ താക്കത്തുണ്ട്, അമലിന്റെ താക്കത്തുണ്ട്. അതുകൊണ്ട് സഹാബക്കൾക്ക് റിസ്കിന്റെ പേരിൽ ഒരു സഹാബി പേടിച്ചില്ല. ഇനി ഞാൻ എന്താവും? ഓർക്ക് ഹിജ്റത്ത് നടന്നു, ഒരു റുപ്യ കൈമേലില്ല, ഫുൾ നാട് വിട്ടു വന്നു. ഒരു അമലും പരാജയപ്പെട്ടിട്ടില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലെ ഏറ്റവും സമ്പന്നനായ സഹാബിനെ ഏൽപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇത്ര സ്വത്ത് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി, എന്റെ പകുതി നിങ്ങൾ കച്ചവടം ചെയ്തോളി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്താ പറഞ്ഞത്? ആകെ പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എനിക്ക് മാർക്കറ്റ് ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ പൈസ ഒന്നും വേണ്ട. എന്നാ അദ്ദേഹം ബാങ്ക് അക്കൗണ്ടിലും മറ്റേ സാധനം കാർഡൊക്കെ അയച്ചാൽ വന്നത് ഒന്നുമില്ല. ഇവരെല്ലാവരും ഉപേക്ഷിച്ചു വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് യഖീനുണ്ട്, അല്ലാഹു തരാൻ കഴിവുള്ളവനാണ്. നമ്മളും സഹാബാക്കളുടെ കച്ചവടമാണ് പറയുന്നത്. ഒരു കച്ചവടക്കാരായിരിക്കണം, അതേപോലെ നമ്മളും കച്ചവടക്കാരായിരിക്കണം. ഞാനും പറഞ്ഞത് അതന്നെയാണ്, നമ്മൾ കച്ചവടക്കാരാവണം. ആരെപ്പോലെ? സഹാബാക്കളെ പോലെ. മദീനയിൽ ഭയങ്കര ക്ഷാമം, ഭക്ഷ്യവസ്തുക്കൾക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പിന്നെ വിദേശത്തിൽ നിന്ന് ഷാമിന്ന് ധാന്യങ്ങൾ വന്നിട്ടുണ്ട്, വസ്തുക്കൾ വന്നിട്ടുണ്ട്. കച്ചവടത്തിന് ഒട്ടകങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കാൻ എന്നുവെച്ചാൽ ലോറി ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഒട്ടകങ്ങൾ ലോഡാക്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ മദീനയിൽ സാധനമില്ല, ഭയങ്കര ഡിമാൻഡ്. അപ്പോ വില വരാൻ വേണ്ടി ആൾക്കാർ ഹോൾസെയിൽ ഇങ്ങനെ വന്നു. അപ്പൊ സാധാരണ വെക്കുന്നതിനേക്കാൾ ഒരരട്ടി പറഞ്ഞു. 10 ദിർഹമിന് വെക്കണേ 20 ദിർഹമൊക്കെ ഒരു ഹോൾസെയിൽ. ഉസ്മാൻ അദ്ദേഹം പറഞ്ഞു കൊടുക്കാനായിട്ടില്ല. അങ്ങനെ ഇരട്ടിയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാതായി. അപ്പോ ഉസ്മാൻ അദ്ദേഹം പറഞ്ഞിട്ട് അതിനേക്കാളും കൂടുതൽ പറയുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച, ഞാനപ്പോ ഒറ്റയ്ക്ക് പോയി ഇവരോട് വില പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചർച്ചയൊക്കെ നടത്തി. ലാസ്റ്റ് ചോദിച്ചു ഇതിന് ചുരുങ്ങി 10 അറ്റി തരാന്ന് പറഞ്ഞിട്ട് ആരത്ര വലിയ വില പറഞ്ഞെന്ന് വെച്ചാൽ 10 ദിർഹമിന് 100 ദിർഹമിന് വാങ്ങിക്കോളാന്ന് പറഞ്ഞ ആരാണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, ആര് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അവന് 10 അറ്റി ചുരുങ്ങിയതുണ്ടാവും, പിന്നെ അതിനെ കണക്കില്ലാതെ ആര് തരും? അല്ല തരും. അതുകൊണ്ട് ഈ മുതൽ ഞാൻ അല്ലാഹുവായിട്ട് സെയിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ്. എപ്പോഴാ പറയുന്നത്? എപ്പോഴാ പറയുന്നത്? ഒരു സംഭവം വന്നു, ഡീസൽ ഇല്ലെങ്കിൽ അപ്പം ഒരു പമ്പിൽ ഡീസൽ ഇല്ലെങ്കിൽ വേറൊരു സാധനം മെഴുകുതിരിയില്ല, വെള്ളപ്പൊക്കം വന്ന് തീരെ വായിന്റെ 8 വൽക്ക് കുടിച്ചു വാങ്ങി പോണ സമയമാണ്. അപ്പൊ എന്താ ചെയ്ത്? 8 റുപ്യ മെഴുകുതിരി 4 റുപ്യ കൊടുക്കോ? 8 റുപ്യ 16 റുപ്യ ഭയങ്കര വിലയുടെ സാധനം കിട്ടാൻ എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മനുഷ്യന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യലാണ് നമ്മൾ. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞാൽ, ഇത് സാധനമൊക്കെ ഫുള്ള് സെയിൽ ചെയ്യാണ്. ആർക്ക്? ഇതിനിടയിൽ അള്ളാഹു വലിയ നൽകാൻ. കാരണം മിനിമം 10 അറ്റി കിട്ടും. മദീനയിലെ മുഴുവൻ പാവങ്ങൾക്കും ആ ധാന്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീതിച്ചു കൊടുത്തു. ഇതാണ് കച്ചവടക്കാരൻ. എന്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീതിക്കാൻ പറ്റിയെന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദിർഹം ഉണ്ടാക്കാനുള്ള പരിപാടിയല്ലായിരുന്നു, അള്ളാഹുവിന്റെ തൃപ്തി നേടേണ്ട പരിപാടി. ഇതാണ് അഅ്മാലിന്റെ താക്കത്ത്. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത്ര താക്കത്തുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ പോയി. അദ്ദേഹം രോഗശീലയിലാണ്. അങ്ങനെ രോഗശീലയിലായിട്ട് നിൽക്കുകയാണ്. അപ്പൊ കാണാൻ വേണ്ടി പോയത് ഗൽബനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അദ്ദേഹത്തിന്റെ ഇടയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം കിടപ്പിലാണ്. എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. എന്താ നിങ്ങൾക്ക് പ്രയാസമുള്ളതെന്ന് ചോദിച്ചു. എന്താ പ്രയാസമുള്ളതെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുന്നത്? കിടക്കുന്ന ആളോട് എന്താ പ്രയാസമൊക്കെ പറയണ്ട. കാൽമിൽ അവിടെ വേദന, കൈ ഇവിടെ വേദന, ദൂരക്ക് അവിടെ വേദന, നീക്കാൻ പറ്റില്ല, പിന്നെ കൈയിന്റെ വേദനയിൽ വേദന, കൈക്ക് വേദന എന്നൊക്കെ ആയി. അങ്ങനെ കൈയിന്റെ വേദന, ചെറിയ വേദന, നഖത്തിന്റെ അവിടെ ഭയങ്കര വേദന, ഇതിന്റെ അവിടെ ഇവിടെ വേദന, മുട്ടിന്റെ അവിടെ വേറെ വേദന, എല്ലായിടത്തും വേദന ഇങ്ങനെ കൊണ്ടുകൊണ്ട് കൂട്ടും. ഇതാണ് നമ്മൾ പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുള്ളതെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾക്ക് പ്രയാസമായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് രോഗശീലി മറത്തുൽ വഫാത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ദുനൂബി, എനിക്ക് പ്രശ്നമായിട്ടുള്ളത് എന്റെ പാവങ്ങളാണ്. എന്താണ്? എന്റെ പാവങ്ങളാണ്. ഞാൻ സിനിമണ്ട്, പിന്നെ അന്ന് കമ്പനിയോട് പോയി ഉള്ളിന്ന് വെള്ളടിച്ചത്, പിന്നെ ഇതാക്കിയത് ഒക്കെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ത് സിനിമ, എന്ത് വെള്ളടി, പ്രഗത്ഭനായ സഹാബിയാണ്. നിങ്ങൾക്ക് സഹാബാക്കളുടെ ദർജ അറിയാൻ അതിലൊരു ദർജയിലുള്ള സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഹദീസിൽ, തഫ്സീറിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഇൽമ് കൂടുതലുള്ള സഹാബാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളല്ലോ ഒരാളാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇബ്നു മസ്ഊദ് ഉണ്ടാവും, ഇബ്നു മസ്ഊദിന്റെ ഹദീസ് റിവായത്തുണ്ടാവും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അദ്ദേഹം പറയാൻ ആകെ പ്രശ്നം എന്റെ പാവങ്ങളാണ്, ദുനൂബി, എന്റെ പാവങ്ങളാണ് എന്റെ പ്രശ്നം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ചോദിച്ചു. ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്നത് അർജു റഹ്മത റബ്ബി, എനിക്ക് എന്റെ റബ്ബിന്റെ റഹ്മത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ ഒരു നിലക്കും എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല. എന്റെ റബ്ബിന്റെ റഹ്മത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ സമയം ചെലവാക്കി തങ്ങളുടെ ഇഷ്ടം നേടിയ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, എനിക്ക് പ്രതീക്ഷ അർജു റഹ്മത റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്താണ് പ്രതീക്ഷ. വേറൊന്നുമില്ല. ഖിലാഫത്ത് അതിനൊന്നും മാറിയിട്ടില്ല. നബി തങ്ങളുടെ കാലം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൊല്ലം, അത് കഴിഞ്ഞ ഉമർ ബിൻ ഖത്താബിന്റെ കാലം, അതിനുശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം, നല്ല ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല ഉത്തമ കാലഘട്ടം എന്റെ കാലഘട്ടമാണെന്ന് പറഞ്ഞ ആ ഖൈറുൽ ഖുറൂനിൽ ജീവിച്ച ആൾ പറയുകയാണെങ്കിൽ എനിക്ക് ആകെ പ്രതീക്ഷ എന്റെ റബ്ബിന്റെ റഹ്മത്താണ്, അർജു റഹ്മത റബ്ബി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങൾക്ക് ഒരു വൈദ്യനെ ചികിത്സിക്കാൻ പറ്റുന്ന തർത്തീബ് ചെയ്യേണ്ടത് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തബീബുല്ലദീ അംറദനി, എന്നെ രോഗിയാക്കിയ ആളെ എന്താണ്? ആരാണ്? ഡോക്ടറാണ്. അത്തബീബുല്ലദീ അംറദനി, രോഗിയാക്കിയ ആളെ എന്താണ്? ഡോക്ടർ. ഞാൻ അയാൾക്ക് വേറൊരു ഡോക്ടർ വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആരോടാ പറയണമെന്ന് നോക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാനോട് റളിയല്ലാഹു അൻഹു. ഉസ്മാനും ഫിൽ ജന്ന എന്ന് നബുവത്തിന്റെ നാവോട് പറഞ്ഞതാണ്.
എനിക്ക് ഇഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അതും കൂടി ഉസ്മാനെ കെട്ടിച്ചു, 2 കുട്ടികളെ കെട്ടിച്ചെടുത്തിന്. ഞമ്മക്കൊക്കെ ഒന്ന് കെട്ടിച്ചതിന് രണ്ടാമത്തെ ആലോചിച്ച ആരുടെ പെട്ടതാണെന്ന് പറയും. നിബിധങ്ങളുടെ ഒരു മോളെ കെട്ടിച്ചെടുത്തു, അവർ മരിച്ചപ്പം അടുത്ത മോളെ കെട്ടിച്ചെടുത്തു. ആർക്ക്? ഏതേക്കാവൂല ആ ഉസ്മാൻ ബിൻ അഫ്ഫാനോട് പറയണേ. ആ ഉസ്മാൻ ബിൻ അഫ്ഫാനോടാണ് പറഞ്ഞത് തബീബുൽ ഉസ്മാൻ മനസ്സിലായി. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വേറെ ലെവലിലാണ് പറയുന്നത്. എന്നാ ഞങ്ങളെ കുട്ടിക്ക് അദ്ദേഹത്തിന് പെൺകുട്ടികളെ ഇതൊക്കെ ആരവായി പറഞ്ഞ പെൺകുട്ടികളാണ്, നോക്കാനൊന്നും ആളുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നവർക്കാണ് വലിയ ബേജാറായി. പെൺകുട്ടികളാണ്, അവിടെ ഓർക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പെട്ടായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഒന്നും നീ എന്തോന്ന് ചോദിച്ചു. ഇതിനൊക്കെ ഇടയ്ക്ക് കാര്യത്തിന്റെ ഗൗരവത്തിൽ എത്തിയപ്പം അദ്ദേഹം അതിനെ ഇരുത്തി കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് ആർക്കെങ്കിലും സൂറത്തുൽ വാഖിഅ രാത്രിയിൽ ഓതുകയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ മക്കൾക്കൊക്കെ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ജീവിക്കാനുള്ള അസ്ബാബ് എന്താണ് നിങ്ങൾ പറയും. എത്ര രൂപയുടെ ബസ്സിന് വേണ്ടി വരും? എത്ര സ്ക്വയർ ഫീറ്റ് റൂം വേണ്ടി വരും? സൂറത്തുൽ വാഖിഅ ശിക്കുമുക്കിയില്ല. ചിലർ ഓതലുണ്ട്. ഇതിന്റെ കുറവിന്റെ വലിയ ബന്ധുഞ്ഞാതായി പോകണമെന്ന് വെച്ചിട്ട് കണ്ട ഉറപ്പായിട്ട് ഓതില്ല. മറ്റേ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവര് ബാക്കി കൂടിയാണ് നിന്നാല് എന്തായി ഉസാറായിക്കോളെ. മതി അസ്ബാബാണ് സൂറത്തുൽ വാഖിഅ ഓതിയതിന്റെ പ്രശ്നത്തിൽ വരാറ്. ഇത് നുബുവത്തിന്റെ നാവാണ്. അത് പറഞ്ഞ സഹാബാക്കളുടെ കെരിമന്റെ ഉറപ്പതായി നിബിധങ്ങൾ ശാസ്ത്രത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് വേറില്ല. ഇത് നമുക്ക് യഖീനായി കിട്ടണം. നമുക്ക് യഖീനായി കിട്ടുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം. ഒരാൾ വേണ്ടി കൈനിട്ടിയത് നമുക്ക് താരീഖ് കാണൂല. ഓരോ കാര്യങ്ങളല്ല ഒരു പണിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പണിയെടുത്തില്ല, നല്ല പണിയെടുത്തിട്ടുണ്ട്. പണി ഒരു സെക്കൻഡ് ഫസ്റ്റ് അമലിനാക്കത്തായി. وَأْمُرْ أَهْلَكَ بِالصَّلَاةِ وَاصْطَبِرْ عَلَيْهَا لَا نَسْأَلُكَ رِزْقًا نَحْنُ نَرْزُقُكَ وَالْعَاقِبَةُ لِلتَّقْوَى. ഖുർആൻ അല്ലാഹു പറയാൻ, നബിയെ തങ്ങൾ അവരോട് പറയും, തങ്ങളെ കുടുംബത്തോട് പറയും, ജീവിതത്തിൽ എന്തെങ്കിലും ഞെരുക്കോ പ്രയാസങ്ങളുണ്ടായി ഭാര്യമാരെന്തെങ്കിലും പറഞ്ഞാൽ അല്ലാഹ് മറുപടി പറഞ്ഞു കൊടുക്കാണ്. വഅ്മുർ അഹ്ലക, നബിയെ തങ്ങൾ തങ്ങളെ കുടുംബത്തോട് കൽപ്പിക്കും. വസ്തബിർ അലൈഹ, തങ്ങളും അതിൽ കൃത്യനിഷ്ഠത പാലിക്കും. വഅ്മുർ അഹ്ലക ബിസ്സലാ, എന്താണ് കുടുംബത്തോട് കൽപ്പിക്കേണ്ടത്? നിസ്കാരത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. ആരോടാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയോട്. ആരോടാ പറഞ്ഞത്? ഹഫ്സ റളിയല്ലാഹു അൻഹയോട്. ആരോടാ പറഞ്ഞത്? സൗദ റളിയല്ലാഹു അൻഹയോട്. ആരോടാ പറഞ്ഞത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ, എങ്ങനെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് പറയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയാണ്, നിസ്കാരം ശ്രദ്ധിക്കുക. നമ്മൾ ഓട്ടം നിസ്കരിച്ചിരിക്കണോട് അസ്സലാമു അലൈക്കും പിന്നെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്നാൽ ഓർക്ക് കേസ് എടുക്കാൻ പിന്നെ അതിനെ മതി. സുപ്രീം കോടതി നിസ്കരിച്ചിന് എന്നോട് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ്. നിബിധങ്ങൾ ശാസ്ത്രങ്ങളെ ഭാര്യമാരോട് പറയാൻ വേണ്ടി അല്ലാഹു പറയണം, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ, നബിയെ തങ്ങളും മതി കൃത്യനിഷ്ഠത പാലിക്കുക. എന്നുവെച്ചാൽ നിബിധങ്ങൾ ശാസ്ത്രങ്ങളെ ഏർപ്പാടിനൊക്കെ പോയിട്ട് നേരെ പയ്യെന്ന് ദൂറിന്റെ കൂട്ട് അസറിന്റെ കൂട്ടത്തിൽ ദൂറ് സ്കെച്ചിനാണ് നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ നിസ്കരിക്കുന്ന പോലെ ആരാ നിസ്കരിക്കുന്നത്? ഞാൻ എപ്രകാരം നിസ്കരിക്കണം നിങ്ങൾ കാണുന്നുണ്ടോ അപ്രകാരം നിങ്ങൾ നിസ്കരിച്ചോടിന്ന പറഞ്ഞത്. അപ്പൊ എങ്ങനെ നിസ്കരിക്കുക? ആ നബിതങ്ങളുടെ ദാസങ്ങളോട് അല്ലാഹു പറയാണ്, നബിയെ തങ്ങളും അതിൽ കൃത്യനിഷ്ഠത പാലിക്കുക. നിങ്ങളോട് ഉപജീവനം നാം ചോദിക്കില്ല. നിങ്ങൾക്ക് നിസ്കരില്ല, ഞാനാണ് അന്തിമ വിഷയം. ഇത് നബിതങ്ങളുടെ ദാസങ്ങളോട് മാത്രമുള്ള കൽപ്പനല്ല, ഇത് ഉമ്മത്തിനോടുള്ള കൽപ്പനയാണ്, എന്നോട് നിങ്ങളോടുള്ള കൽപ്പനയാണ്. പ്രശ്നങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്ന് വരുന്നുണ്ടെങ്കിൽ ആകെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. എന്റെ നിസ്കാരം ജീവനില്ലാതെ പോയിട്ട് ഒറ്റ കാര്യം, എന്റെ നിസ്കാരം ശരിയായില്ല. രണ്ടാമത്തെ കാര്യം ഒന്നും നോക്കണ്ട, ഒറ്റ കാര്യം, എന്റെ നിസ്കാരം നിസ്കാരം
പക്ഷെ നമ്മളെപ്പോഴെങ്കിലും എന്ത് പ്രശ്നം വന്നാലും നമ്മളെ നിസ്കാരത്തിന്റെ പ്രശ്നങ്ങൾ ആലോചിക്കലില്ല. കച്ചവടത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കൃഷിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഉദ്യോഗത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ആലോചിക്കില്ല എന്തുകൊണ്ട് ഇത് വന്നു. നിസ്കാരം ജീവനില്ലാത്തതായാൽ പ്രശ്നങ്ങൾ ആ വഴിക്കൂടെ വരും. കാരണം നമ്മളുടെ ഉപജീവനത്തിന്റെ വഴി നിസ്കാരവുമായി കണക്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ളത്, ഒരാൾ 5 വക്ത് നമസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുകയാണെങ്കിൽ 5 രീതിയിൽ അല്ലാഹു അവനെ ബഹുമാനിക്കും. അതിലൊന്നാമത്തേത് എന്താ? അവന്റെ ജീവിത പ്രയാസത്തെ അല്ലാഹു അവനിൽ നിന്നും ഉയർത്തുന്നതാണ്. ജീവിത പ്രയാസത്തെ അല്ലാഹു അവനിൽ നിന്ന് ഉയർത്തുന്നതാണ്. അപ്പൊ ജീവിത പ്രയാസം എന്തിനാ ബന്ധിപ്പിച്ചത്? കച്ചവടമായിട്ടല്ല ബന്ധിപ്പിച്ചത്. അതുകൊണ്ട് മുഅ്മിന് കൊറോണ വന്നു ഒരു ബേജാറും ഉണ്ടാവില്ല. ഒരു പരീക്ഷണമായിട്ട് അവൻ കാണുക, ഞാൻ അല്ലാഹുവിന്റെ കൂടുതൽ എടുക്കണം. റിസ്ക്കും കൊറോണയും ബന്ധമില്ല, ഞമ്മക്ക് ബന്ധമുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ റിസ്കിനെ ബന്ധിപ്പിച്ചത് കച്ചവടമായിട്ടാണ്, നമ്മൾ റിസ്കിനെ ബന്ധിപ്പിച്ചത് ഉദ്യോഗമായിട്ടാണ്, നമ്മൾ റിസ്കിനെ ബന്ധിപ്പിച്ചത് കൃഷിയായിട്ടാണ്. അതുകൊണ്ട് അതിന് കേടുപാടുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ റിസ്ക് പോയി. ഇന്ന് ആരെ റിസ്ക് ഇതുവരെ പോയിട്ടില്ല. അല്ലാഹു തീരുമാനിച്ചതൊക്കെ എല്ലാരും കൊറോണ 2 മാസത്തോളം ലോക്ക്ഡൌണിൽ ഇട്ടു. ഒരാളും ഒരു പണിക്ക് പോയില്ല. പക്ഷെ അന്ന് തിന്ന അത്ര ചിക്കൻ വേറെ ദിവസം തിന്നിട്ടുണ്ടാവില്ല. ഉണ്ടോ ഇല്ലേ? നല്ല ഹെവി ഫുഡാണ് അടിച്ചത്. തടിയൊക്കെ കൊയ്ത്തില്ല. കാരണം പെരയിൽ പെണ്ണുങ്ങൾ നോക്കാൻ എല്ലാരും കിട്ടി. ആരും പായുമില്ല, എല്ലാവരോടുണ്ടാവും. ഫുഡൊക്കെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി പഠിച്ചതൊക്കെ ലോക്ക്ഡൌണിലാണ്. റിസ്കിന് ഒരു കുറവ് അല്ലാഹുവില്ല. കാരണം റിസ്ക് കൊറോണയും കച്ചവടവുമായിട്ട് ബന്ധമുണ്ടായില്ല. കച്ചവടം ഇബാദത്താണെന്ന് മനസ്സിലായല്ലോ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഞാനും ഒരാളെങ്കിൽ മദീനയിൽ ക്ഷാമുണ്ടെങ്കിൽ അപ്പൊ സാധനത്തിന് 5 അടിക്കോ 10 അടിക്കോ കൊടുത്ത് കായാക്കാൻ നോക്കും. എന്നിട്ട് ആർക്കെങ്കിലും അധികം കൊടുക്കും. കുറെ ലാഭം കിട്ടിയില്ലേ? അതിലൊരു 2 ലക്ഷം രൂപ ലാഭം കിട്ടി, ഒരു 3000 രൂപ കൊടുക്കും. മനസ്സിലായില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളു കൊടുത്തു. കാരണം ഇത് ഞാനുമായിട്ടുള്ള ബന്ധമല്ല, ഇതിന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് കുറച്ച് ലോണിന്റെ തന്നതാണ്. എന്ത് ചെയ്യും? ഓൾ മാർക്കോടെ പാസ്സാക്കി. ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉടമസ്ഥനാണ്. അല്ലാഹുവാണ് എന്റെ റിസ്കുമായിട്ടുള്ള ബന്ധം. അതോ തരുമോ? തരാൻ ഏറ്റവും തരുന്ന ചെയ്യും. എന്തൊക്കെയാണോ തീരുമാനിച്ചത് അത് മുഴുവൻ നടപ്പിലാക്കുന്ന പണി എന്താക്കാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്റെ പെൺകുട്ടികളാണ് എനിക്കൊരു പ്രശ്നമില്ല, സൂറത്ത് വാക്യ പഠിപ്പിച്ചിട്ടുണ്ട്, ഓരോ ഓതിക്കോളും, ഓരോ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു മസ്ജിദിൽ ഇരിക്കാൻ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അബൂ ദർദാ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണത്? നിങ്ങളുടെ വീടിന്റെ പരിസരം, ആ പ്രദേശം, നിങ്ങളുടെ വീട് ഒക്കെ കത്തി പോയിട്ടുണ്ട്. മൂപ്പരവിടെ CCTV മൊബൈൽ ക്യാമറയിൽ TV ഒന്നുമില്ല. മൂപ്പര് പറഞ്ഞു എന്റെ വീട് കത്തൂല, അത് മൂപ്പരാണ്. വലിയ കുറച്ച് വേറൊരാൾ, ഇയാൾ പറഞ്ഞത് അറിയാതെ മറ്റേ ആൾ വന്നിട്ട് പറഞ്ഞു, അബൂ ദർദാ ഇവിടെ ഇങ്ങനെ ഇരിക്കണം, നിങ്ങളുടെ വീട് കത്തിയിട്ടുണ്ടെന്ന്. അപ്പൊ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ വീട് കത്തൂല. രണ്ടാമത്തെ ആളായി. മൂന്നാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, അബൂ ദർദാ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തീയുമായി നിങ്ങളാ പ്രദേശം മൊത്തം കത്തിയിട്ടുണ്ട്. അപ്പോൾ അബൂ ദർദാ പറഞ്ഞു എന്റെ വീട് കത്തൂല. നിങ്ങൾ ഒറ്റ കാര്യത്തൊക്കെ ഉദയം ഇങ്ങനെ ഇരിക്കുമോ ഏതോ ചെറിയ ആ ഭാഗം നീ എത്തിക്കാന്നാല് പെരുമ്പാച്ചിലേക്ക് പെരുമ്പാച്ചിലേക്ക് നാടിന്റെ പേരെന്നെ മാറിയില്ലോ. കാക്കവാണി 4 പോയി. നമുക്ക് ശബ്ദങ്ങൾ അനങ്ങില്ല. നാലാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, അബൂ ദർദാ തീന്റെ ശബ്ദം ഭയങ്കര ശക്തമായി ഞങ്ങളെ വീടിലാണ് തീ അണിഞ്ഞു. അപ്പോഴാണ് അബൂ ദർദാ പറഞ്ഞത്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ഈ ദുആ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. വൈകുന്നേരം ചെല്ലിയാൽ രാവിലെ വരെ ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. എന്താണ് സാധനം? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചവനെ നീ എന്റെ റബ്ബാണ്. ഇതിങ്ങനെ നാവുകൊണ്ട് അല്ലാഹുമ്മ അൻത റബ്ബി പോലെ യഖീനുണ്ടല്ലോ, ആ സാധനം കാമ്പോട് കൂടി എന്റെ റബ്ബ് മാത്രമാണ്, എന്റെ അയൽക്കാരൻ, എന്റെ ഭാര്യ, എന്റെ വണ്ടി, എന്റെ കുട്ടി, എന്റെ പീഡിയ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു സാധനം ഉണ്ട്. ആ സാധനം ഉണ്ടാവണം എന്തിൽ എന്റെ വണ്ടി എന്ന് പറയുമ്പോൾ അതിനൊരു വേറെ സാധനം ഉണ്ട്. അച്ഛൻ അവനാണ്ട് കൊണ്ടുവിട്ട സാധനം. ഒരാൾ
ചായപ്പീടിയിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ചായ ചായ ഒരു ഓട്ടോക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇയാൾ ചായ മേശം വെച്ചിട്ട് ഓനക്ക് സൈഡ് അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ എന്താ സംഭവം പറഞ്ഞാൽ ഓന്റെ ബെൻസിമന് ഓട്ടോറിക്ഷ തട്ടാക്കാൻ വേണ്ടിയിട്ട് ഓൻ പോയി മനസ്സിലായില്ല. എന്റെ വണ്ടി ഓട്ടോറിക്ഷക്കാരന്റെ സൈഡ് കാര്യം ബെൻസ് ചായക്കട വെച്ചിട്ട് കാരണം എന്താ തട്ടിയാ കട്ടക്കാലാണ് ഓട്ടോറിക്ഷ മുഴുവൻ എടുത്തുണ്ടായാലും ഇതാവൂല. എന്റെ വണ്ടി ഇതേപോലെ പറയാൻ അല്ലാഹുമ്മ അൻത റബ്ബി, എന്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. അലൈക തവക്കൽതു, എന്റെ മുഴുവൻ കാര്യം നിന്നെ ഏൽപ്പിച്ചു. വഅൻത റബ്ബുൽ അർശിൽ അദീം, ഈ മഹത്തായ അർശിന്റെ ഉടമസ്ഥനാണ്. ഈ ചില്ലറക്കാരനല്ല. ഒരാൾ പറയാണ് അത് പ്രശ്നം കണ്ടാൽ മോളെ കല്യാണമല്ല ഞാൻ എന്നെ സഹായിച്ചു ഒരു ടെൻഷനുണ്ട് ആ കാര്യത്തിന്റെ ഒരു ബേജാറിന്റെ ധൈര്യത്തിൽ ഉറപ്പിച്ചു. ആരാ പറഞ്ഞത്? അയാൾക്ക് കോട്ടപ്പഴങ്ങാടിയിൽ ഒരു 5 ബിൽഡിംഗ് ഉണ്ട്, കുന്നുമൽ 4 ബിൽഡിംഗ് ഉണ്ട്, പിന്നെ മഞ്ചേരി ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ ഒരു 10-50 ലക്ഷം രൂപ മാസത്തിൽ വാടക വാങ്ങാനുള്ള വലിയൊരു ആചാരാണ് വിചാരിച്ചത്. അതിന് പ്രശ്നമാക്കണ്ടെന്ന് പറയുമ്പോൾ അതിനായിട്ട് ആ ബിൽഡിംഗ് ഒക്കെയാണ് എടുക്കുന്നത് മനസ്സിലിങ്ങനെ വരില്ല. അയാളെല്ലാം പറഞ്ഞ ബസ്സല്ല എന്തായാലും അയാൾ ഇതേപോലെ പറയണേ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അർശ് എന്താണ്, അവന്റെ അർശ് എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. എന്താ വൈ മാഷാ അല്ലാഹു കാൻ എന്ന് വെച്ചാൽ മാഷാ അല്ലാഹ് ഉദ്ദേശിച്ച കാര്യം കാന, അതുണ്ടായി. നടന്നതൊക്കെ ആരുദ്ദേശിച്ചതാണ്? ആരുദ്ദേശിച്ചാണ്? അല്ലാഹ് ഉദ്ദേശിച്ചതാണ്. വായുമായിട്ട് ഇങ്ങനെ റുക്കൂലാന്ന് ഒഴിച്ചു അല്ലാഹ് ഉദ്ദേശിച്ചതാണ്. അതെന്തായാലും സംഭവിക്കും. കച്ചവടം കേട്ടാണ് അത് അല്ലാഹ് ഉദ്ദേശിച്ചതാണ് സംഭവിക്കും. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ, അവൻ ഉദ്ദേശിക്കാത്തത് ഒരിക്കലും സംഭവിക്കില്ല. വലാ ഹൗല മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മ ചെയ്യാൻ തിന്മയിൽ മാറി നിൽക്കാൻ കഴിവും ശക്തിയൊന്നും ഞങ്ങൾക്കില്ല, നിന്നെ കൊണ്ടൊക്കെയാണ് മനസ്സവൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അഅലം അഅലം അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അഅലം, ഞാൻ അറിയും. ഇൽമ് യഖീനിന്റെ ഇൽമാണ്. ഇൽമിൽ നിന്നുണ്ടാവും യഖീൻ. അഅലം, ഉറപ്പായിട്ട് അറിയാം. അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിന്റെ മേലും നിരവധികം കഴിവുള്ളവനാണെന്ന് എനിക്കറിയാം. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ, എല്ലാ കാര്യങ്ങളുടെയും അള്ളാഹു അവന്റെ വളയത്തിന്റെ ഉള്ളിലാക്കി അവന്റെ അറിവിൽ വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാം അവന്റെ അറിവിലുള്ളത്, ഒന്നും അറിവിന്റെ പുറത്തേക്ക് ബുദ്ധിക്കൊക്കെയാണ് പറയുന്നത്, ചുറ്റുമതിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഇൽമിന്റെ ഉള്ളിലാണ് എല്ലാം ഉള്ളത്, ഒന്നും അങ്ങോട്ടും കൊണ്ടും ആവില്ല. എന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി, പടച്ചോനെ എന്റെ നഫ്സിന്റെ ശർറിൽ നിന്ന് ഞാൻ എന്നോട് കാവലിച്ചു. വലിയ പ്രശ്നക്കാരനാരാ? നഫ്സ്. ഇതിന്റെ ശർറിൽ നിന്ന് ഞാൻ എന്നോട് കാവലിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി കുല്ലി ദാബത്തി, എല്ലാ ഏജന്തുക്കളുടെയും എല്ലാ ജീവികളുടെയും ശർറിൽ നിന്ന് ഞാൻ എന്നോട് കാവലിച്ചു. ومن شر كل دابة أنت آخذ بناصيتها, അതിന്റെ ഉച്ചിതല നിന്റെ കയ്യിലാണ്, റിമോട്ട് നിന്റെ കയ്യിലാണ്. أنت آخذ بناصيتها إن ربي على صراط مستقيم, എന്റെ റബ്ബ് ചൊവ്വായ വഴിയിലാണ്. ഒരിക്കലും അങ്ങേക്ക് പാളയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയോ കൈക്കൂലിമേൽ അങ്ങോട്ട് തിരിഞ്ഞു പോയോ ഒന്നും ഉണ്ടാവില്ല. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീമാണ്. ഇത് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വീട് കത്തില്ല, നീ കുറപ്പാണ്. എന്താ ഈ നിബിധന്റെ ശാസ്ത്രങ്ങൾ അനുവാർക്കാർ ആവോണ്ട് പോകുന്നതാണ് അത് സംഭവിക്കുന്നത്. അമാനി താക്കത്തിൻ്റെതായ അമലുകൾ നന്നാക്കാൻ നമ്മളാകെ കച്ചവടം നന്നാക്കിനേക്കാൾ കൂടുതൽ നന്നാക്കേണ്ട സാധനം എന്താ? അമലുകളാണ്. നിസ്കാരമാണ് നന്നാക്കേണ്ടത്. പ്രശ്നം വരുന്നുണ്ട് വേറെ നിസ്കാരം നന്നാക്കേണ്ട വഴി എന്താ? കരങ്ങനെ നബിതങ്ങൾ ഹദീസുകൾ നിങ്ങൾക്ക് നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ വുദൂവിന്റെ അവിടെ തുടങ്ങും.
ആരെങ്കിലും ഉദു ചെയ്ത എന്ന് പറഞ്ഞ് നിർത്തൂല. അവന്റെ ഉദുവിനെ അവൻ നന്നാക്കി എന്നുവെച്ചാൽ നല്ല ഉദു എടുത്തു. നല്ല ഉദു എന്ന് പറഞ്ഞാൽ നല്ല ഉദു പറഞ്ഞാൽ അയച്ച വട്ടത്തിൽ ഉദു എടുക്കല, തുണിയോടൊക്കെ അയച്ചിട്ട് ഒരു കുറുമ്പ് കൊടുക്കാതെ അല്ല. നല്ല ഉദു എന്ന് പറഞ്ഞാൽ ബോധത്തോടെ എടുക്കണ ഉദു. അത് ഇവരക്ക് നേരെ തിരിഞ്ഞു കൈയൊക്കെ കേൾക്കി വിശ്വാസം ചെയ്തു നല്ല ബോധത്തോട് കുടിക്കും. ഞാൻ അള്ളാനെ കാണാൻ വേണ്ടി പോവാണ്, അള്ളാന്റെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ എൻട്രി പാസ് എന്ത് ഉദു ഇല്ലെങ്കിൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. ഉദു ഇല്ലാതെ സുജൂദ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അള്ളാന്റെ മുമ്പിൽ ഏറ്റവും വലിയ അമൽ ചെയ്യാനുള്ള ഒരു പാസാണിത്. അവിടെ ഉദു ഭയങ്കര ശ്രദ്ധിച്ചു വസ്വാസാക്കരുതേ. ഇതിപ്പോ പറഞ്ഞ ഉദുവിനെ നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ വസ്വാസ് കുടിക്കുന്നുണ്ടാവും. വസ്വാസ് ചെയ്താന്റെ ഭാഗത്തുള്ളതാണ് ഓന്റെ അമലെന്നെ ചിന്തിക്കില്ല. അപ്പൊ പറയും എന്റെ ഉദു എന്റെ സാധനങ്ങൾ വെച്ചോ. നമ്മുടെ ജമാനസ്കാരം നടക്കുമ്പോൾ ഒക്കാമത്തോടും ഉദു എടുത്താലും തീരാത്ത ആൾക്കാരാണ്. അതല്ലേ പറയാ നമ്മളും ചിലരുടെ ഉദു എടുത്തന്നെ ഓർമ്മ ഉണ്ടാവും. ഉദുതങ്ങൾ തലയുടെ വാങ്ങിയെന്ന് വെച്ചാൽ അത് ഞാൻ വേറെ ചിന്തയിലാവും. തലയുടെ തടവിണ്ടാവും, തടവിയതുകൊണ്ട് അറിയില്ല. അത് ഒഴിവാക്കണമെന്നാ പറഞ്ഞാൽ ബോധത്തോടെ ഉദു എടുക്കുക. അള്ളാനെ കാണാൻ വേണ്ടി പോവാണ്, ബോധത്തോടെ ഉദു എടുക്കുക. ഉദുവിൽ ആരണ്ടാണോ വിശ്വാസിയാണ്. ഉദുവിന്റെ കമാലിയത്തിൽപ്പെട്ടതാണ് വിശ്വാക്കോടുള്ള കൂടിയുള്ള ഉദു. വിശ്വാക്കോട് കൂടിയുള്ള ഉദു 70 നമസ്കാരത്തിന്റെ പ്രതിഫലം എക്സ്ട്രാ കിട്ടുന്നത്. ഇപ്പൊ ജുമാക്ക് വിശ്വാക്ക് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 70 ജുമാന്റെ കൂലി. വിശ്വാക്കിന്റെ ഫദായിലുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയം ആയിഷ റളിയല്ലാഹു മടിയിൽ തലച്ചു കിടക്കുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ, അബൂബക്കറിന്റെ മോൻ അബൂബക്കർ എന്നുവെച്ചാൽ ആയിഷ റളിയല്ലാഹുവിന്റെ ആങ്ങള, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി നമ്മളെ ഭാഷയിൽ അദ്ദേഹം ഇങ്ങനെ വിശ്വാസി. നിങ്ങൾ അറബികളെ ശ്രദ്ധിച്ചു നോക്കാൻ പറ്റും. എപ്പോഴും ഓല കയ്യിലെത്തിക്കാവും ഒരു വിശ്വാസം ഇങ്ങനെ കടിച്ചില്ല. ചില അറബികളുടെ പല്ലോണ്ടൊക്കെ ഇങ്ങനെ കടിച്ചു കയ്യൊന്നും തൊടാതെ അങ്ങനെ വിശ്വാസം കളിക്കുന്നുണ്ടാവും. വിശ്വാസം അവിടെ കൂടെ ഉള്ളത്. അപ്പൊ വിശ്വാസം അതേ ചെയ്യുമ്പോൾ നബിതങ്ങൾ ശാസ്ത്രങ്ങൾ ഇങ്ങനെ നോക്കി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി തങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല. തങ്ങളോട് ചോദിച്ചു വിശ്വാസം ചെയ്യാൻ ചോദിച്ചു. തങ്ങൾ ആംഗ്യം കാണിച്ചു, പറയാൻ കൂടി പറ്റില്ല ആ അവസ്ഥ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അതിങ്ങോട്ട് വാങ്ങുന്നത് ഇപ്പോഴത്തെ തന്നെ കടിച്ചു ചവച്ച് ശരിയാക്കി തങ്ങൾക്ക് വിശ്വാസം തങ്ങളുടെ അവസാന സമയം. ഉലമാക്കൾ എഴുതുന്നുണ്ട് വിശ്വാസം ചെയ്യുന്നവർക്ക് നല്ല മരണങ്ങളുണ്ടാവും. കഞ്ച കറുപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് മരണം മോശമാവാൻ അത് തന്നെ മതി. അതുകൊണ്ട് വിശ്വാസം ആയിഷ റളിയല്ലാഹു അഭിമാനത്തോടെ പറയുന്നത് മറ്റു ഭാര്യമാരെ കിട്ടാത്ത വലിയൊരു ഭാഗ്യമാണ് എന്റെ ഉന്നതിയിലും തങ്ങളുടെ ഉന്നതിയിലും അവസാനമായി തട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഈ വിശ്വാസിനാക്കില്ല. അപ്പോഴും തങ്ങൾ ആഗ്രഹിച്ച സ്ഥാനം വിശ്വാസം. കുമ്പത്തിന്റെ ചട്ടി വന്ന് മൊബൈലിന്റെ ഈശയിൽ ഒരു കൊള്ളി കഷ്ണിടാനും പറഞ്ഞ് നാണക്കേടായി കാലിച്ചിട്ട് നമ്മുടെ ഇടയിൽ അതുകൊണ്ട് വിശ്വാസത്തോട് ഉദു ചെയ്യാം, ബോധത്തോടു കൂടി ഉദു ചെയ്യാം. എന്നിട്ട് നിസ്കാരത്തെ ശരിയാക്കാം. സുന്നത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരത്തെ ശരിയാക്കി ഒരു നിസ്കരിച്ച് കൈകെട്ടി മാക്സിമം അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കണമെന്നുള്ള ബോധത്തോടെ ചെയ്യും. ഖലൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് വീണ്ടും നിസ്കരിക്കും. ഇങ്ങനെ പ്രശ്നങ്ങളുടെ പരിഹാരം നിസ്കാരം നന്നാക്കാനാണ്. അല്ല എനിക്ക് നിങ്ങൾക്കും അമൽ ചെയ്യാൻ തോന്നിക്കുകയുമാണാവട്ടെ. അവിടെ സാധാരണ വേറെ ടെക്നിക്കും വേറെ ഐഡിയയും ചിന്തിച്ചിട്ട് വെറുതെ കളിക്കുന്ന സമയം നമ്മളെ അധ്വാനം പാഴാക്കണ്ട. വേഗം എളുപ്പമുള്ള മാർഗം, വല്ലാതെ തിരക്കില്ലാത്ത വഴിയാണ് ഇത്. അമാലി താങ്കളാണ്, അതിലൂടെ വേഗം പിടിക്കാൻ നോക്കാം. അതൊക്കെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ നന്നാക്കാൻ തോന്നിക്കുകയുമാണാവട്ടെ.